ഇന്നത്തെ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ചിൻ്റെ ട്രേഡ് റിലേഷനെ കുറിച്ചിട്ടും അതുപോലെ കോമ്പറ്റീഷൻ ഫോർ ദ മൊണോപോളി ഓഫ് ട്രേഡും അതുപോലെ ഡച്ചിനെ കുറിച്ചിട്ടും ഇംഗ്ലീഷുകാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു. ഫ്രം ട്രേഡ് ടു പവർ എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ദ കമ്പനി ഗെയിൻസ് പവർ. ഈ ഒരു പാഠഭാഗമാണ്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരുന്ന ആ ഒരു സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ സാഹചര്യത്തിനെ കുറിച്ചിട്ടാണ്. സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ ട്രേഡിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ ട്രേഡ് സെൻറ്റർ അവരുടെ കീഴിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്തിരുന്നു അല്ലേ, ഒരുപാട്. അങ്ങനെ ആദ്യം പോർച്ചുഗീസുകാരും ഡച്ചുകാരും തമ്മിൽ യുദ്ധം ചെയ്തു. അങ്ങനെ അവർ ആദ്യം തോറ്റുപോയി. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധം നടന്നു. ആ സമയത്ത് ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ഇംഗ്ലീഷുകാർ വിജയിക്കുകയും ചെയ്തു. ഈ ഒരു യുദ്ധത്തിന് നമ്മളൊരു പേര് വിളിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ കർണാട്ടിക് വാർ അല്ലെങ്കിൽ കർണാട്ടിക് യുദ്ധം എന്നായിരുന്നു നമ്മൾ ഈ ഒരു വാറിനെ വിളിച്ചിരുന്നത്. അതിൽ ജയിച്ചത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ടും പിന്നീട് ഇന്ത്യയിൽ ട്രേഡ് അധികാരം അല്ലെങ്കിൽ മൊണോപോളി ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ആർക്കായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? ഇംഗ്ലീഷുകാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർക്കായിരിക്കും. അങ്ങനെ അവർ അധികാരത്തിലേക്ക് വന്നു. ആഫ്റ്റർ ഗെയിനിങ് ദ മൊണോപോളി ഓഫ് ട്രേഡ്, ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോക്കസ്ഡ് ഓൺ ദ അക്വിസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ. വാണിജ്യ ആധിപത്യം അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിൻ്റെ മൊണോപോളി അല്ലേ, മൊണോപോളി എന്ന് വെച്ചാൽ ആധിപത്യം, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കച്ചവടവും അവരുടെ കീഴിലാക്കി മാറ്റുക, അതാണ് മൊണോപോളി കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അതിനു വേണ്ടിയുള്ള ആ ഒരു മത്സരത്തിൽ വിജയിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അധികാരം നേടുക, അക്വിസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അധികാരം, മൊത്തത്തിലുള്ള അധികാരം അവർ നേടിയെടുക്കുക എന്നതായിരുന്നു അവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ദ കമ്പനി റൂൾ ഇൻ ഇന്ത്യ ഹാഡ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ ബംഗാൾ. അതായത് ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായിട്ട് അധികാരം നേടിയത്. അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റി ആൻഡ് ദ കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റീസ് പ്രോംപ്റ്റഡ് ദ കമ്പനി ടു ക്യാപ്ചർ പവർ ഇൻ ബംഗാൾ. അതായത് കാർഷിക സമൃദ്ധി അതുപോലെ തന്നെ കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ വേണ്ടിയിട്ട് കമ്പനിയെ പ്രേരിപ്പിച്ചത്. അതായത് കമ്പനി വിചാരിച്ചു, ബംഗാൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റിയും, അതായത് നല്ല രീതിയിൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റും വികസനവും, പിന്നെ അതുപോലെ കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റീസ്, അതായത് നമുക്കൊരു ട്രേഡ് നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നല്ല രീതിയിൽ ലഭിച്ചിട്ട് കൺവീനിയൻ്റായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ബംഗാൾ. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ആദ്യം ബംഗാളിനെ അങ്ങോട്ട് കീഴടക്കി, കോൺകേർഡ് ചെയ്തു. The British defeated Siraj ud Dawla, the Nawab of Bengal, in the Battle of Plassey in 1757. 1757 ബംഗാളിലെ നവാബ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാട്ടോ അർത്ഥം. അവിടെ രാജാവ് എന്ന പേര് അല്ലെങ്കിൽ രാജാവ് എന്നുള്ള അധികാരത്തിലുള്ള ആളെന്ന് പറയുന്നത് ആരായിരുന്നു? സിറാജ് ഉദ് ദൗല. അദ്ദേഹമായിരുന്നു ബംഗാളിലെ നവാബ് അല്ലെങ്കിൽ രാജാവ്. അദ്ദേഹത്തിനെ പ്ലാസി യുദ്ധം എന്നറിയപ്പെടുന്ന ആ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. 1757 നടന്നിട്ടുള്ള പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാളിലെ സിറാജ് ഉദ് ദൗല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് അല്ലെങ്കിൽ നവാബും തമ്മിലുള്ളതായിരുന്നു. അതിലെന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജയിച്ചു, സിറാജ് ഉദ് ദൗല അദ്ദേഹം എന്ത് ചെയ്തു? തോറ്റുപോയി. The entire Bengal came under the company rule with its success in the Battle of Buxar in 1764. 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ എന്ത് ചെയ്തു? കമ്പനിയുടെ കീഴിലായിട്ട് മാറി. അതായത് കമ്പനിക്ക് പിന്നെ എന്തായി, ഒരുപാട് ട്രേഡ് യൂണിയൻസ് നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിക്കണം എന്നായിരുന്നു അവരുടെ ടാർഗറ്റ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ യുദ്ധം നിരവധി നടത്തി. അതിൽ
പ്ലാസി കഴിഞ്ഞതിന് ശേഷം നടന്നതാണ് ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. ഈ ബക്സാർ യുദ്ധം ആകട്ടെ ഇത് കഴിഞ്ഞതോടെ എന്തായിട്ട് മാറി? എൻറ്റയർ ബംഗാൾ, അതായത് മുഴുവൻ ബംഗാളിലെല്ലാ സ്ഥലവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിട്ട് മാറി. ബംഗാളിലെ ആൾക്കാർക്ക് അവർക്ക് ഒരു രക്ഷയില്ലാതായി. 1764 അവർ എന്തായി? ഫുള്ളായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിമകളായിട്ട് അല്ലെങ്കിൽ അവർക്ക് കീഴിലായിട്ട് മാറിയെന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ ഒരു വാറിനെ കുറിച്ച്, കർണാട്ടിക് വാറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നോക്കുക. The war between the English and the French happened mainly in the Carnatic region, which includes the major regions of the present Tamil Nadu. So these battles were known as the Carnatic Wars. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധം കർണാട്ടിക് യുദ്ധം എന്നാണ് അറിയപ്പെട്ടത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പേര് വരാൻ കാരണം? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ പ്രധാന വേദി അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത്, അവർ യുദ്ധം ചെയ്ത സ്ഥലം എന്ന് റീജിയൻ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഫുള്ള് റീജിയൻ, അതായത് തമിഴ്നാടിൻ്റെ ഫുൾ ഭാഗവും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കർണാട്ടിക് പ്രദേശമാണ്, കർണാട്ടിക് പ്രദേശം. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് കർണാട്ടിക് വാസ് അല്ലെങ്കിൽ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. കർണാട്ടിക് വാസ് എന്ന് പേര് വരാൻ കാരണമായി യുദ്ധം നടന്നത് തമിഴ്നാടിൻ്റെ കർണാട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്താണ്. അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. ഇനി പ്ലാസിനെ കുറിച്ചിട്ടും ബക്സാർ യുദ്ധത്തിനെ കുറിച്ചിട്ടും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഞാനത് പറഞ്ഞുതരാം. The British could succeeded the Battle of Plassey through the secret alliance in which Robert Clive, the commander-in-chief of the British Army, fought with Mr. Jaffer, the commander-in-chief of Siraj-ud-Dawla. സിറാജുദ്ദൗലയുടെ സൈന്യത്തിൻ്റെ ലീഡറായിരുന്ന മിർ ജാഫറുമായിട്ട് ബ്രിട്ടീഷിലെ സൈന്യത്തിൻ്റെ ലീഡറായിരുന്ന റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ രഹസ്യധാരണ അല്ലെങ്കിൽ സീക്രട്ട് ഡോക്യുമെൻ്റാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. അതായത് എന്താണ്? ഇതൊരു ചതിയിലൂടെ തന്നെ കീഴ്പ്പെടുത്തിയതാണെന്ന് തന്നെ പറയാം. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് തന്നതാണ്, എക്സാമിന് ചോദിക്കില്ല. However, the success in Buxar was solely due to the superior British military power. അതായത് നമ്മുടെ ഈ ബക്സാറിലേക്ക് സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. ബക്സാറിലേത് എന്താണ്? സൈനിക ശക്തിയുടെ വിജയം. അതായത് ബക്സാറിൽ നടന്ന ആ യുദ്ധം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം അല്ലെങ്കിൽ അവരുടെ സോൾജേഴ്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് മിലിറ്ററി പവർ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ടാണ് ബക്സാറിൽ വിജയിച്ചത്. പ്ലാസിൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രഹസ്യധാരണ എന്ന് പറയാം. ചാരന്മാരുണ്ടാവും അന്നത്തെ കാലത്ത് ഒരുപാട്. They defeated the combined force of Shah Alam, the Mughal emperor, Shauj-ud-Dawla, the Nawab of Oudh, and Mir Qasim, the former Nawab of Bengal. അതായത് ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തി, ഷുജാ-ഉദ്-ദൗല അവധിലെ നവാബ്, മിർ ഖാസിം മുൻ ബംഗാൾ നവാബ് എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മിലിറ്ററി പവർ ഉണ്ടായിട്ടും എന്ത് ചെയ്തു? ബംഗാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കീഴടക്കിയെന്നാണ് പറയുന്നത്. ഇനി ഇത് നോക്കുക. ഇതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് ബക്സാർ. ബ്രിട്ടീഷിൻ്റെ കീഴിൽ ബക്സാർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷിൻ്റെ കീഴിൽ കോൺകേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണിത് കേട്ടോ. ബംഗാളിൻ്റെ ഫുൾ ഭാഗം ഏകദേശം ആരുടെ കീഴിലായി? ബ്രിട്ടീഷിൻ്റെ ഭാഗത്തായി. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പോർഷൻ്റെ നോട്ട്സ് തരാം. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. ഞാൻ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക്, നമ്മൾ ടെസ്റ്റിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. English East India Company, what were the factors that motivated the English East India Company to gain power in Bengal? അതായത് ബംഗാളിൽ അധികാരം നേടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ ഫീൽഡ്സ് ഓഫ് ബംഗാൾ വേർ ഫെർട്ടൈൽ. ബംഗാളിലെ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഫെർട്ടൈലാണ്. അതായത് ബംഗാളിൽ അഗ്രികൾച്ചറിന് കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ആ ഒരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് വളരെയേറെ ഫലഭൂയിഷ്ടമായ അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണുള്ള സ്ഥലമാണ്. വളക്കൂറുള്ള മണ്ണെന്ന് വെച്ചാൽ എന്താണ്? നല്ല രീതിയിൽ കൃഷി ചെയ്യണമെങ്കിൽ നല്ല ഫെർട്ടിലിറ്റി വേണം. അപ്പോൾ ഫെർട്ടിലിറ്റി മണ്ണാണ് ബംഗാളുള്ളത്.
The company identified that and wanted to exploit the wealth in the agricultural sector. അതായത് കമ്പനി എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു, മനസ്സിലാക്കി, എന്നിട്ട് വാണ്ടഡ് ടു എക്സ്പ്ലോയിറ്റ് ദ വെൽത്ത് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ. അവരെന്ത് ചെയ്തു, ബംഗാളിലെ ആ ഒരു അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള വെൽത്ത് അല്ലെങ്കിൽ സമ്പാദ്യം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അതിനുശേഷമാണ് അവർ ബംഗാൾ കീഴടക്കാൻ തീരുമാനിച്ചതും ബംഗാളിനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാക്കി മാറ്റിയതും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക.